ഇതൊരു ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. മുകളിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന നല്ല അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഹലോ ഗൈസ്, സൺഡേ അല്ലേ? അപ്പൊ നമ്മൾ ട്രിപ്പ് പോവാണ് കേട്ടോ. ട്രിപ്പ് എവിടാണെന്ന് അറിയത്തില്ല, കൈ കിട്ടുന്ന എവിടാണോ അങ്ങോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ്. നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, നമുക്കൊരു പോരാളി ഉണ്ട് ഗൈസ്. പോരാളിക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. മുഖം മറച്ച് ഭയങ്കര ഇന്നലെ ഒരു ഉച്ച മുക്കാലായി കാണും. ഞങ്ങള് ഇവൻ വന്ന് വാതിലിന്റെ അവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച് ഇവൻ വന്ന് ഇവൻ കാര്യമൊക്കെ പറയും കേട്ടോ ഞങ്ങളോട്. ഇവൻ പറഞ്ഞ് ഫുഡൊന്നും ഇല്ലേ, ഞങ്ങൾക്ക് സമയമായി കഴിക്കാനെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാ വിചാരിച്ച് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇവനോട് ഫുഡ് കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്ന ഫുഡൊക്കെ കഴിച്ച് ഇവന് ഇത്തിരി ഫുഡൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണാൻ പുറത്ത് ഭയങ്കര സൗണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതെന്തോടെ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കാൻ നേരം 5 കറുത്ത ഷർട്ടൊക്കെ ഇട്ട് വലയൊക്കെ കൈ പിടിച്ച് 5 കച്ചാകടിയന്മാർ ഒത്ത നടുവിൽ നമ്മളതാ ഈ കിടക്കുന്ന ഞങ്ങളുടെ കുഞ്ഞു ചക്കളു ഒത്ത നടുക്കുമ്പോൾ നിൽക്കുന്നു. അപ്പോൾ അവരോട് ഇവൻ പറയുകയാണ് എന്നെ ഇന്നാ അടുത്ത വെള്ളിയാഴ്ച ആവട്ടെ എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടമായിരുന്നു. 100, 120 ആ ഓട്ടം ഓടിയിട്ട് ഇന്നലെ രാത്രി വരെ ഇവനെ അങ്ങ് കിട്ടിയില്ല. ഞങ്ങൾ അപ്പം തൊട്ട് അന്വേഷിച്ചിറങ്ങിയതാണ് ഇവനെ. എന്നിട്ട് ഞങ്ങൾ വിഷമിച്ച് ഞങ്ങൾ വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് വന്ന് കയറാൻ നേരം നമ്മൾ മനസ്സുകൊണ്ട് ഞാനും മനീഷ നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ ആ വാതിലിൻ്റെ അവിടെ അവൻ കാണേരി സിറ്റൗട്ടിൻ്റെ അവിടെ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല, ഇവനെ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് പോയി, ഇനി നമുക്ക് അവനെ കിട്ടത്തില്ല, നമ്മളെ ചക്കുള് പോയി എന്ന് പറഞ്ഞ് ഞങ്ങൾ വീടിൻ്റെ ബാക്കിലോട്ട് വരാനും അതാ കടന്നു വരുന്നു ഞങ്ങളെ ചക്കുള് മാസ് എൻട്രിയിൽ ഒരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട്. അപ്പോഴാണ് കേസ് ഞങ്ങൾക്കൊന്ന് ഇച്ചിരി ജീവൻ വീണത്. പുറത്തുനിന്ന് വന്ന് നമുക്കിവിടെ കയറിയതാണെങ്കിലും നമ്മളെ ഉയരാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം. ബൈ. അപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങി നേരെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടിട്ട് പിടികിട്ടുന്നുണ്ടോ എന്ന് പറയണേ. ഒന്നും പറയാനില്ല ഗൈസ്, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. ഇത്രയും നാളായിട്ട് എനിക്കിവിടെ വരാൻ പറ്റിയില്ലല്ലോ എന്നാണ് കേട്ടോ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഈ വഴിയോട്ട് തുടങ്ങി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പ്രത്യേക സുഖമുണ്ട്. അതായത് ആ കാറ്റും എന്താ പറയുക മരങ്ങളുടെയൊക്കെ ആ ഒരു തണലും കാര്യങ്ങളും ഒരു വേറൊരു വൈബാണ്. വൈബ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്തോ അത്ര നമ്മുടെ മനസ്സിനെ ചില്ലാക്കും കേട്ടോ. അടിപൊളി അടിപൊളി, എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ ഈ വെയിൽ ഇച്ചിരി പ്രശ്നമാണെന്ന്, ഈ സൂര്യൻ ഇച്ചിരി മാറി ഇന്നുകൂടെ കുറച്ചെങ്കിലും. സൂര്യനൊന്ന് മാറി നിന്നാൽ തീരാതെ പ്രശ്നമാണ് എന്ന് വെച്ചാൽ ഭയങ്കര വെയിലോ. പിന്നെ അടിപൊളി സ്ഥലം നോക്കിയതോ, ഇങ്ങോട്ടൊക്കെ നോക്കാൻ തന്നെ എന്ത് ഭംഗി. സസ്യശ്യാമള സുന്ദരമീ കേരളം. അതെ, ഓ എന്നാ ലുക്കാണ്. കുറച്ചും കൂടി വൈകി പോയി ഇവിടെ വരാൻ, കുറച്ചും കൂടി നേരത്തെ വരേണ്ടുള്ളായിരുന്നു അല്ലേ? അങ്ങനെ നമ്മളെ വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ്. ഞാൻ കുഴഞ്ഞു, സംഗീത കുഴഞ്ഞില്ലേ, ക്യാമറമാനും കുഴഞ്ഞു. അയ്യോ കാറ്റ്. ഓ അപ്പോൾ ഗൈസ്, ഈ സ്ഥലം വേറൊന്നുമല്ല, ഇത് നമ്മുടെ തെന്മല ഡാമാണ് കേട്ടോ. പല ഡാമുകളും കാണാൻ ഇതിനു മുമ്പേ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇവിടെ എന്തോ ഒരു പ്രത്യേക ഒരു ഫീലിംഗ്. ഗൈസ്, കൊരങ്ങൻ പേ നോക്കുന്നൊക്കെ കാണിച്ചു. വാ, അടിപൊളി കേട്ടാ. ഊല അവിടെ കുറച്ചു നേരം പോയിരുന്നപ്പോ എന്ത് സുഖം നോക്കേ. അടിപൊളി നോക്കി ഇച്ചിരി തണലത്തോട്ടിരിക്കാം, ഇങ്ങോട്ടിരിക്കാം. തണലുണ്ട്, ഇങ്ങോട്ടിരിക്കാം. ആ ഡാമിൻ്റെ പരിസരവും ആ ഡാമിലെ ആ വെള്ളമൊക്കെ കാണാൻ തന്നെ എന്ത് രസമുണ്ടെന്നറിയോ. ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ വേറൊരു വൈബാണ്, ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡാമൊക്കെ കണ്ടു നിന്നപ്പോഴാണ് താണ്ട തൊട്ടപ്പുറത്തായിട്ട് താണ്ട കജാക്രിയന്മാരായ കുരങ്ങന്മാരെ കിടന്ന് കാണിക്കുന്നുണ്ടോ. സത്യത്തിൽ ഇവരെന്താണ് ഈ കാണിക്കുന്നതെന്ന് ഞാൻ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. അടിയൂടും തറയിൽ വീഴും, വീണ്ടും അടിയൂടും തറയിൽ വീഴും, ഇത് തന്നെയായിരുന്നു ഇവർ തുടർന്നുകൊണ്ടിരുന്നത്. ഇതിനപ്പുറത്തൊരു ഭാഗമുണ്ട് കേട്ടോ, അവിടെയുള്ള കുരങ്ങന്മാർ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. കുറേ നേരം നോക്കി നിന്നപ്പോൾ യുവമാർക്ക് നമ്മളോടുള്ള സമീപനം തന്നെ മാറുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ നൈസായിട്ട് ഞങ്ങൾ തന്നെ സ്ഥലം വിട്ടു കേട്ടോ. നെല്ലിക്കൊക്കെ മേടിച്ച് മാങ്ങ വെള്ളം ഫുൾ സെറ്റപ്പിൽ. മാങ്ങ വരുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ജേണിയെ കൊണ്ട് ഒരിടത്ത് പോകാൻ പറ്റത്തില്ല ഗൈസ്. ജേണിക്ക് വഴി നിങ്ങളെ കാണുന്ന എല്ലാം വേണം. തിരിച്ചു ചെല്ലുമ്പോൾ ഒരു കട വാങ്ങിച്ച കാശാവും ഗൈസ്. അടിപൊളി നെല്ലിക്ക, സൂപ്പർ. എന്താ നിങ്ങൾ ഇനിയിപ്പോൾ മെസ്സേജ് അയച്ചു നോക്കി ജേണിയോട് ചോദിക്കണം സ്ഥലം എങ്ങനെ ഉണ്ടായിരുന്നു. നല്ലോണം സ്ഥലം നോക്കിയിട്ട് വേണ്ട ജേണി പറയാൻ. നെല്ലിക്ക എങ്ങനെ ഉണ്ടായിരുന്നു, മാങ്ങയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ രണ്ട് വഴി എങ്ങോട്ടാ പോകണ്ട, കിട്ടുന്നിടത്തോട്ട് പോകുമ്പോൾ ഗൈസ്
ജേണി ഭയങ്കര ബുദ്ധിമുട്ടിയാ ഗൈസ്. അതെ, താപ്പോട്ടല്ലേ ഗൈസ് നമ്മൾ പോകേണ്ടത്, ഇങ്ങോട്ടാകുമ്പോൾ പോകേണ്ടത്. ഞാൻ വിചാരിച്ച് മേളിൽ നിന്നല്ലേ നമ്മൾ വന്നത്, അപ്പോൾ താഴോട്ട് ഇറങ്ങുന്ന ഇങ്ങനെ സ്ട്രൈറ്റ് എന്ന് ഇറങ്ങിയിരിക്കുന്നു. പക്ഷേ ഇത് കറങ്ങി അവിടെ തന്നെ, ഇതൊരു വട്ടമാണ് ഗൈസ്, വട്ടം നാരങ്ങ. ഇപ്പൊ ജേണി ഞാൻ ഒന്നുകൂടെ ഡാം പരിസരത്ത് കറക്കിയാനെ. ജേണി ഇവിടുന്ന് ലിഫ്റ്റ് കിട്ടുമെന്ന് നോക്കിയാ ജേണി നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് വേറൊരു സ്പോട്ടും കൂടി കണ്ടു കേട്ടോ. അതും ഈ പറഞ്ഞതുപോലെ തന്നെ അടിപൊളി ഒരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി കേട്ടോ. എല്ലാവരും ഷുവറായിട്ട് ഈ സ്പോട്ടുകളിലൊക്കെ വരണം കേട്ടോ, ഒന്നുകൊണ്ടും വേസ്റ്റ് ആയിരിക്കില്ല. അടിപൊളി സ്ഥലമാണ്. ഇതൊരു ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. മുകളിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന നല്ല അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഇതിപ്പോൾ ഞാൻ ഈ നടന്നു പോകുന്നത് ഈ സ്ഥലത്തേക്ക് നടന്നു പോകാനുള്ള നടപ്പാതയാണ് കേട്ടോ. ഇതിറങ്ങി നമുക്ക് വേണമെങ്കിൽ ഞാൻ ഈ കാണുന്ന ഈ സ്ഥലത്തേക്ക് ചെല്ലാം. കൊല്ലത്തപ്പം വരുന്നവരെല്ലാവരും ഷുവറായിട്ട് ഈ സ്പോട്ടുകളിലൊക്കെ വരണം കേട്ടോ, ഒന്നുകൊണ്ടും വേസ്റ്റ് ആയിരിക്കില്ല. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ടൂറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. വളരെ മനോഹരമായ ടൂറായിരുന്നു. റിയലിയായിരുന്നു, അടിപൊളി സ്ഥലമൊക്കെ ആയിരുന്നു. പക്ഷേ എന്താണ്, യാത്രാക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഇരുന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എന്താ പറയുക, നമുക്ക് ഇനി അടിപൊളിയൊരു വീഡിയോ ആയിട്ടും പുതിയൊരു സ്ഥലത്തേക്കുള്ള കുറേ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.